അല്ലടാ നീ ഇത് കണ്ടില്ല വീഡിയോ കണ്ടില്ല ഈ ഒരു പെൻഷന്റെ പറയുന്നത് പെട്രോളിന്റെ എന്ത് വീഡിയോ കാണിച്ചു തരാം. ഇത് എന്നെ ബാധിക്കില്ല കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ട്. ഇത് എന്നെ ബാധിക്കില്ല കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ട്. സാധാരണക്കാരെ ബാധിക്കില്ലേ? എനിക്ക് ബാധിക്കില്ല. സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാറിൽ പോകണ്ട, സൈക്കിളിൽ പോകണം. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. എന്ത് ഭായി എന്ത് ഇയാള് നോൺസെൻസ് പറയുന്നത്? ഇത് 2.5 ലക്ഷം പിന്നെ റുപ്പീസ് ഒക്കെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. അതാണ് ഗവൺമെന്റ് എപ്പോഴും നഷ്ടത്തിലാവാനുള്ള ഒരു പ്രധാന കാരണം. ഇവർക്ക് തോന്നുന്നു കേരളത്തിന്റെ ഇത് ഇയാള് സെൻട്രൽ ഗവൺമെന്റ് ആണോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ, അയാളെ കണ്ടപ്പോ നല്ല ആരോഗ്യമുണ്ട്. ഈ ആരോഗ്യമുള്ള ഒരാളെ എന്തിനു നമ്മള് പണിയെടുക്കാതെ ശമ്പളം കൊടുക്കുന്നത്? അയാള് പണിയെടുത്തോട്ടില്ലേ? അപ്പൊ നമുക്ക് ഇതിന് ന്യായം എന്താണെന്ന് പറയാം. പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടാൻ വേണ്ടിയതിലാണ് കാരണം പറയാം. പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടാന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിനെ കടത്തിലും കടക്കണിയിലും മുക്കിയിട്ട് അതിന്റെ ബാധ്യത കൂടി ആർക്കാ വരുന്നത്? പൊതുജനങ്ങൾക്കാണ്. ഇതില് അതിനേക്കാൾ വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ആകെ എത്ര ശതമാനം ആൾക്കാർക്കാണ് ഇത് കിട്ടുന്നത് ഗവൺമെന്റ് ജോലി ഉള്ളത്? ഗവൺമെന്റ് ജോലിയും പെൻഷനും അടക്കം ഏകദേശം കേരളത്തിന്റെ 1.7%. ഈ 1.7%-നാണ് നമ്മളെ റവന്യൂന്റെ എത്ര ശതമാനം പോകുന്നത്? 60%. 69% അങ്ങോട്ടേക്കാ പോകുന്നത്. പിന്നെ നമ്മള് നാട്ടിൽ എന്ത് വികസനം നടക്കുക? 31% കൊണ്ട് വേണം ബാക്കിയുള്ള റോഡും പാലും കാര്യങ്ങളും എല്ലാം ചെയ്യാനല്ലേ. ആ 31% ഈ റവന്യൂന്റെ വേറൊരു വിറ്റ് എന്ന് പറഞ്ഞാൽ ഈ റവന്യൂ അവരത് മാത്രമൊന്നുമല്ല, ഈ ഗവൺമെന്റിന്റെ ഇത് മാത്രമൊന്നുമല്ല. അത് ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വാങ്ങുന്നുണ്ടല്ലോ. അതൊരു ഗവൺമെന്റ് ഓഫീസ് പോയ അവരുടെ സ്വഭാവം എന്താണ്? നമ്മള് ഇറക്കാൻ പോയ നേരെ മറിച്ച് അവര് നമ്മളെ എറിഞ്ഞിട്ടാണ് ജീവിക്കുന്നില്ല ഒരു ബോധം വേണ്ടേ? ഇതെല്ലാം പറയുമ്പോ ഒരു പുച്ഛത്തോടെയുള്ള ബാക്കിയുള്ള പുച്ഛിക്കുന്ന അനീതി, പക്ക അനീതിയല്ലേ. ഒരാൾക്ക് 2.5 ലക്ഷം പണിയെടുക്കാതെ ശമ്പളം കൊടുക്കുക. അയാൾക്ക് ആരോഗ്യമുള്ള സമയത്ത് ചിലപ്പോൾ അയാൾ നല്ല പൊസിഷനിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അല്ല പണിയെടുക്കുന്ന സമയത്ത് 5 ലക്ഷം 10 ലക്ഷം കൊടുക്കുന്നതിന് നമ്മള് പ്രശ്നമില്ല. പക്ഷെ അയാളെ കൊണ്ട് ഗവൺമെന്റിനോ രാജ്യത്തിനോ ഉപകാരമില്ലാത്ത സമയത്ത് സാലറിന്റെ ഹാഫ് പെൻഷനായി കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം ഡിപ്പെൻഡൻസി പോപ്പുലേഷൻ നമ്മൾ ഡെയിലി ബേസിൽ കൂടുകയാണ് ചെയ്യുന്നത്. ഡിപ്പെൻഡൻസി കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇവിടെ വരുമാനം ഉണ്ടാവില്ല, ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, കട ഇങ്ങനെ കുത്തനെ കൂടും. അതേപോലെ ഇതും കേരളത്തില് നാഷണൽ ആവറേജിനെ കാട്ടി കുറവല്ലേ ഇത് വരുന്നത്? റിട്ടയർമെന്റ് ഏജ് വരുന്നത് റിട്ടയർമെന്റ് ഏജ് കുറവാണ്, ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലുമാണ്. അതാണ് പറ്റി. അതായത് 56 വയസ്സിൽ നമ്മൾ വിരമിക്കും. പക്ഷെ നമുക്ക് മരിക്കാൻ ഒരു ആവറേജ് 75, 83 ഒക്കെ ആവണം. നമുക്ക് ലേഡീസിന് 80 പ്ലസ് ആണെന്ന് തോന്നുന്നു. 80+. മെയിലിന് 75. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതല്ലേ. അപ്പൊ 80 വയസ്സാണ് രാജ്യത്തൊക്കെ എങ്ങനെ വരുന്നത് ഏകദേശം? ഇന്ത്യ അല്ലാണ്ട് ബാക്കിയുള്ള രാജ്യത്തൊക്കെ അത് നമ്മൾ നോക്കി നോക്കണം. നമുക്കൊന്ന് ചില രാജ്യത്ത് ഇപ്പൊ UK റിട്ടയർമെന്റിന്റെ കാര്യം ഉണ്ടോന്ന് ഹെൽത്തി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ജപ്പാനിൽ 67 ആക്കിയിട്ട് അങ്ങനെ കുറച്ച് ദിവസം മുന്നേ